ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്നൊരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന ദിവസത്താണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിന്ന് ഈന്ത് ഉണങ്ങാത്തതുകൊണ്ട് കുറച്ച് ഈന്തും ഞാൻ ഇതിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ആ കാര്യം നടന്നില്ല. അപ്പോൾ വാഴക്കൊലയും ചേമ്പൊക്കെ ഞാൻ പുറത്തുനിന്ന് നല്ലോണം കേകി വെള്ളമൊക്കെ വാർന്നതിൻ്റെ ശേഷം ചാക്കിൽ ഇറക്കി വെച്ചതാട്ടോ. ചേമ്പിന് വിത്ത് അതിന് മാത്രമല്ല 2-3 വിത്തേ കിട്ടിയുള്ളൂ. ബാക്കി ഒക്കെ ഉണ്ടാകും. നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കണമല്ല, തൊടുവിൽ അങ്ങനെ കിടന്ന് അങ്ങനെ ഉണ്ടാകണതുകൊണ്ടായിരിക്കും വിത്തൊന്നും കാണാത്തത്. അപ്പോൾ നമ്മൾ ഈ യാത്ര നമ്മൾ ഒരാഴ്ച മുന്നേ പോകാൻ തീരുമാനിച്ചതാണ്. അന്ന് വെട്ടിക്കൊടുത്താണ് വാഴക്കൊല. പക്ഷേ അതിൻ്റെ എണ്ണിത്തണ്ടൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നു. അതൊക്കെ പറ്റ കേടന്ന് പോയി. അത് വാഴ കുഴങ്ങി വീണിക്കാണ്ട് അവിടെ കിടന്ന് മൂക്കുക ചെയ്താൽ നമ്മൾ എണ്ണിത്തണ്ടിന് വേഗം കേട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കേടന്ന് പോയി, അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ ആരെടുത്തേക്കാണ് നമ്മൾ പോണതെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് തേങ്ങയും മുള്ളൻചക്കയും പൊഴുത്ത കർമ്മത്തിങ്ങ് കൈതച്ചക്കയും സപ്പോർട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. അവർക്കിപ്പോൾ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും അല്ലെങ്കിലും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ കുറച്ച് അച്ചാറും. അപ്പോൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. വാങ്ങാനും കൂടിയും കിട്ടൂലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് അവർ മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു കുപ്പിയിൽ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പിക്ക് രസം വെളിച്ചെണ്ണയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാവുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്, അവർക്കും ഒരു സന്തോഷമാണ്. അവരെല്ലാം വാങ്ങിയിട്ടല്ലേ ഉണ്ടാക്കണേ. നമ്മൾ തൊടുവെന്ന് എടുത്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ വില അറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചീരൻ്റെ ഇലയും അങ്ങനത്തെ ഇലകളൊന്നും കിട്ടാനൊരു സാധ്യത ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇതാ സപ്പോർട്ടൊക്കെ ഈ ഒരു ബക്കറ്റ് പെയിൻറ്റും ബക്കറ്റാട്ടാം. അപ്പോൾ അന്ന് കൈക്കെടുത്ത ബക്കറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അതിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതിലാവുമ്പോൾ നമുക്ക് വണ്ടിയിൽ വെക്കാൻ ഒരു സൗകര്യമാണല്ലോ, അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ പച്ച കർമ്മത്തി ഉണ്ടായിരുന്നു, അത് വണ്ടിയിൽ നിന്ന് അങ്ങനെ വെച്ചേക്കാണ്. ഇത് പഴുത്ത കർമ്മത്തിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിക്കണം. 5:30 ഇറങ്ങാൻ ഒരുങ്ങി. അതായത് യേസുക്കുട്ടീൻ്റെ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ പിന്നെ നേരം വൈകി. ഏതായാലും 6 മണിയായപ്പോൾ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കിതൊക്കെ അല്ല റായത്തിൽ അവിടെ എത്താനും ഒക്കെ പിന്നെ വേഗം എത്താനൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ റോഡ് പണിയൊക്കെ ഉള്ള കാരണം രാവിലെ ആയപ്പോൾ വലിയ തിരക്കുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ റോഡ് പണി നമ്മൾ ഈ ഇവിടെ ഉള്ളൂ കേട്ടോ. കുറച്ചാണ്ട് വിട്ടപ്പോൾ അതില്ല. നമ്മൾ പോണ സ്ഥലത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളെപ്പോഴും ഈ ഒരു ഇതെന്താ വെച്ചാൽ നമ്മളെ ബന്ധത്തിലേറെയാണെന്ന് പറയില്ല. ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് മുന്നേ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അവർ നമ്മളെ വീട്ടിലേക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു യൂട്യൂബിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ആ ഗ്രൂപ്പിൽ റംസാൻ സാറോടാണ് എനിക്ക് അത്രക്കും ഒരു നന്ദി പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ എന്നെ ചേർത്തി. അതേപോലെ ഈ അപ്പൂസ് വേൾഡും ആ ഗ്രൂപ്പിൽ വന്നു. അതിനുശേഷം എൻ്റെ വോയിസ് കേട്ടിട്ട് എനിക്ക് വിളിക്കണ്ടായി. ഇങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെ ആളാണോ, നിഷ കിച്ചനാണോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് വിളിച്ചപ്പോൾ അവൻ എപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു നിങ്ങളെ നേരിലൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പോഴിങ്ങനെ സൗണ്ടേലും കേൾക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അപ്പൂസ് വേൾഡ്. ഈ മാക്സിട്ട് നിൽക്കുന്ന ആൾ, ഇതാ നമ്മളെ മുഖത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊരു ചാനൽ കണ്ടു നോക്കിയാൽ അറിയാം നമ്മളെ വീഡിയോ ഒക്കെ ഉണ്ടായില്ലേ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും ഉള്ള വീഡിയോ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ അവരോട് നമ്മൾ എടുക്കാൻ മറന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ യേസുക്കുട്ടി കുറച്ച് വേറിച്ചാണ് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ചോറ് എടുത്തിട്ടാണ് പോകുന്നത്. സാധാ ചോറും ഫ്രൈഡ് റൈസ് അല്ല നെയ്ച്ചോറും അവരെ മാഞ്ഞാലി ബിരിയാണിയും എല്ലാം അതും പിന്നെ ബീഫും ചെമ്മീൻ എല്ലാം ചിക്കൻ എല്ലാം വിഭവങ്ങളും അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മളെ ചൊല്ലി അവർ നമുക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്ത് വിചാരിച്ചു അവരെ ഇനി ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ളതായിരിക്കും. നമ്മൾ ഇന്ന നേരത്തെ എത്തുന്നും കൂടി പറയാതെ നമ്മൾ 8:30 മണിക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് 9 മണിക്ക് അവർ വിളിച്ച് നിങ്ങൾ എവിടെ എത്തി, നിങ്ങൾ വരുന്നില്ലയോ എന്ന് ചോദിച്ചു കണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാവം ഇവർ ഭക്ഷണം കഴിക്കാതെ നമ്മളെ കാത്തിരുന്നത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. നമ്മളെന്ത് വിചാരിച്ചു ഇനി രാവിലത്തെ ഉച്ചക്കത്തെ കൂടി ഫുഡ് എല്ലാം കൂടി വരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വെച്ചാൽ സുഖമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല. അവരെ പിന്നെ 2 പേരക്കുട്ടികൾക്കും 2 മക്കൾക്കും മരുമകൻക്കും ഒക്കെ കുറേശ്ശെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കാണെങ്കിലും തന്നെ നല്ല പിന്നെ ഇതൊക്കെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി ഭയങ്കര ക്ഷീണിതനായി
ഇരുട്ടാണ് നിന്നിട്ടുള്ളത് നമ്മൾ ചെന്ന നേരത്തെ. ഇതാണ് അവരെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അവരോട് പറയാതെ പോയത്. അതേ ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പോവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവും അപ്പോൾ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെന്ന് കാണുന്ന സമയത്ത് എല്ലാവരും ടയേർഡായിക്കൊണ്ട് നിൽക്കുമ്പോൾ ആകെ വിഷമമായിപ്പോയി. ഏതായാലും നമ്മൾ എത്തിയതെല്ലാം വിചാരിച്ച് പിന്നെ നമ്മളവിടെ നിന്ന് പിന്നെ അവരൊരു കട പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കടയിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. നമ്മൾ രാത്രി ഇവിടെ എത്താൻ 11 മണി കഴിഞ്ഞിട്ടോ. 11 മണിക്ക് നമ്മളത് വീട്ടിലെത്തണുള്ളൂ. അപ്പോൾ ഞാൻ അവിടുന്ന് കൊടുന്ന പാത്രങ്ങളാണ്. ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ജഗ്ഗും കാര്യങ്ങളും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കേകി ഇവിടെ വെച്ചൊക്കെയാണ്. അത് ഉണങ്ങിയതിൻ്റെ ശേഷം എടുത്തൊക്കെ വിചാരിച്ച് കുറച്ച് മുറവും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇട്ടാൽ നമ്മൾ നോക്കിയെടുക്കണം. നല്ലതും ആകാത്തതും അതിലുണ്ട്. അപ്പോൾ ഈ ജഗ്ഗ് ഞാൻ ഇത് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജഗ്ഗ് ആവശ്യമുണ്ടായിട്ടല്ല, ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചതാണ്. അതേമാതിരി ഈ കപ്പും തന്നെ നല്ല കപ്പാണ്. 48 രൂപക്കാണ് ഈ കപ്പ് കിട്ടുന്നത്. അതേമാതിരി ഈ ജഗ്ഗിന് 80 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ലതും ആകാത്തും ഉണ്ട്. നമ്മൾ നോക്കിയെടുക്കുകയാണ്. അതേമാതിരി നല്ലൊരു ബെഡ്ഷീറ്റ് പിന്നെ നല്ല ഒരു വിലക്കുറവ് 600 രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റ് വാങ്ങി. അതേപോലെ തന്നെ 3 ചവിട്ടി, അതുമാതിരി അടിച്ചു വരുന്ന വാരിയെടുക്കാനും നമുക്ക് ചേറാനൊക്കെ പറ്റുന്ന സൈസ് മുറം ഒക്കെ നമ്മൾ വാങ്ങിയിട്ടാണ്. അതേപോലെ ഒരു ചതുരത്തിലുള്ള മുറ, അത് അത്ര ക്വാളിറ്റി ഉള്ളതല്ലെങ്കിലും എനിക്കത് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെക്കല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനത് വാങ്ങിച്ചത്. ഇത് 100 ചില്ല ഉറുപ്പിൻ്റെ സാധനമാണ്. പക്ഷേ 48 രൂപക്കാണ് ഇത് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയെടുക്കണം. അതിൽ ഡാമേജ് കുറഞ്ഞ ഡാമേജ് അധികം നോക്കിയാൽ തിരഞ്ഞെടുത്താൽ കാണാൻ പറ്റുന്ന ഡാമേജ് ഉള്ളതൊക്കെ. പക്ഷേ ഇതിലൊന്നും ഡാമേജ് ഇല്ല, എല്ലാം കൂടി മിക്സിങ് ആണ്. പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കവറ് നല്ല കവറാണ്. അപ്പോൾ 50 kg വരെ അതിമ വെക്കാമെന്ന് പറഞ്ഞു എന്നാണ് അതിമ എഴുതിക്കേണ്ടത്. അപ്പോൾ അതും ഒന്ന് വാങ്ങി. അത് നല്ല ഒരു ഇതായി തോന്നും. പക്ഷേ 2 എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് എൻ്റെ അടുത്ത് 3 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സിലിണ്ടറിന് എനിക്ക് ഇതിൻ്റെ ട്രോളി ഇല്ല. അപ്പോൾ ആ ഒരു ട്രോളി വാങ്ങി. ഈ മുറം തന്നെ നല്ല ഇതുള്ള മുറമാണ് കേട്ടോ, നല്ല സ്ട്രോങ് ഉള്ള. അത് മുറ്റടിച്ച് വരുമ്പോൾ വാരാടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഉമ്മ പറഞ്ഞത് ഇങ്ങനെ ചേറാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇതിന് വെറും 106 രൂപയുള്ളൂ. 106 രൂപയ്ക്കൊന്നും ഒരു കാരണവശാലും ഇത് കിട്ടില്ല. പിന്നെ വെച്ചാൽ ചതുരത്തിലുള്ള മുറം ഞാൻ പറഞ്ഞല്ലോ, അതും പിന്നെ അത്ര ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ഒരു ഭംഗിയുണ്ട്. എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ മഞ്ഞ കളറുള്ളത്. അപ്പോൾ ഇതിന് കണ്ടില്ല വെറും 199 രൂപയുള്ളൂ. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 50 കിലോന് ഓരോരു മാക്സിമം പറഞ്ഞതാണ്. പക്ഷേ അതിലേറെ അമ്മക്കയിൽ കയറ്റി വെക്കാൻ പറ്റും. ഇതാണ് ആ മുറ. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു മുറമാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ 3 ചവിട്ടി വാങ്ങിയിട്ടുണ്ട്. നല്ല ചവിട്ടിയാണ്. അപ്പോൾ അത് കഴുകിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ എടുക്കാൻ മറന്നാണ്. അപ്പോൾ ഇതൊക്കെ അവർ സഞ്ചിയിലാണ് തന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ സഞ്ചിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് എടുത്തു വെച്ചു. കുറച്ച് ഒരു പസ പോയപ്പോൾ ഒന്ന് ഇതായിരുന്നുള്ളെങ്കിലും നമുക്കിങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാനും ഇതിനൊക്കെ പറ്റും. കടയിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന ഇതാണ്. ഇതിപ്പോൾ നമ്മൾ സിബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് എന്ത് വിചാരിച്ചു, ഇതങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ആലുവയിലാണ് പോയത്. ഇപ്പോഴാണ് ഞാൻ പറയാം, ആലുവയിൽ ഇന്നും കൂടി ഞാൻ അവരായിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ ചെയ്ത് നമ്മളൊരു പിന്നെ സ്വന്തക്കാരെക്കാട്ടി ഒരു അധികമായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത്. നല്ല ഒരു സ്വഭാവം കാര്യങ്ങളും നമ്മളൊരു മനുഷ്യനായിട്ട് അടുത്ത് പഴകുമ്പോൾ അറിയാം. നമ്മൾ അധികം വീഡിയോ കോൾ കൂടിയും ഫോണിൽ കൂടിയൊക്കെ നമ്മൾ അവരോട് സംസാരിക്കലുണ്ട്. അപ്പോൾ ഈ ബന്ധം എന്നും നിലനിന്ന് പോവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഠിച്ചവനോട് എപ്പോഴും ഞാൻ പറയണതാണ്, നമ്മൾക്ക് എന്താ വെച്ചാൽ സ്നേഹബന്ധം നിലനിർത്തുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ. എല്ലാവർക്കും അസ്സലാമു.